സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും PSC സ്മാർട്ട് വർക്കേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് മനസ്സിലാക്കി. അതായത് ഈ മഹത്തായ വിപ്ലവത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഇംഗ്ലണ്ടിലെ അവസ്ഥ എന്തായിരുന്നു, അവിടെ രണ്ട് സഭകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. അവയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ആംഗ്ലിക്കൻ സഭ, പ്യൂരിറ്റൻ സഭ. പിന്നെ പുതുതായിട്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു വർഗം, അതായത് മധ്യവർഗം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂ ജെൻട്രി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവരെത്രത്തോളം ഇംഗ്ലണ്ടിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി ഇവരൊക്കെ ഇരുപക്ഷത്തായിട്ട് നിലയുറപ്പിച്ചത് കാരണമാണ് ഇംഗ്ലണ്ടിൽ ഒരു വിപ്ലവം അരങ്ങേറുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഈ വിപ്ലവത്തെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഭാഗം 2. ഇംഗ്ലണ്ടിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സ്റ്റുവർട്ട് രാജവംശം ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുന്നതോട് കൂടിയാണ്. നമുക്കറിയാം, അതുവരെ അവിടെ ട്യൂഡർ രാജവംശമാണ് ഭരിച്ചിരുന്നത്. അവർ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു ഭരണമായിരുന്നു ഇംഗ്ലണ്ടിൽ കാഴ്ചവെച്ചിരുന്നത്. ആ സമയത്താണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക പുരോഗതിയും മതനവീകരണ പ്രസ്ഥാനവും ഒക്കെ നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എലിസബത്ത് ഫസ്റ്റ് ആയിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പാർലമെന്റ് എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് അവര് സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന തൊട്ടടുത്ത രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ജെയിംസ് ഒന്നാമനെ ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു വരുത്തി ഇംഗ്ലണ്ടിനെയും കൂടെ ഭരണ സാന്നിധ്യം ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്ന് അദ്ദേഹം സ്കോട്ട്ലൻഡിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒരു കോമൺ ഭരണാധികാരിയായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ 1603 അദ്ദേഹം സ്റ്റുവർട്ട് വംശം ആരംഭിച്ച് ജെയിംസ് ഒന്നാമൻ എന്ന പേര് സ്വീകരിച്ച് അവിടെ ഭരണം ആരംഭിക്കുകയാണ്. ഇനി ജെയിംസ് ഒന്നാമന് കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പാർലമെന്റ്, ഇംഗ്ലീഷ് പാർലമെന്റിന്റെ താല്പര്യപ്രകാരമാണ് അദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നത് തന്നെ. പക്ഷേ പാർലമെന്റിനെ യാതൊരു വിലയും കൊടുക്കാതെയാണ് ജെയിംസ് ഒന്നാമൻ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ദൈവമാണ് തന്നെ ഇംഗ്ലണ്ടിലെ രാജാവായിട്ട് അവരോധിച്ചത്, അല്ലേ? ഒടേ തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡ് എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു രാജ്യത്തെ രാജാവായിരുന്നു. അപ്പോൾ ഒരു കാരണവുമില്ല, ദൈവം തന്നെ തെരഞ്ഞെടുത്ത് ഇംഗ്ലണ്ടിനെയും കൂടെ രാജാവാക്കിയതാണ്, അല്ലാതെ പാർലമെന്റിന് റോളൊന്നുമില്ല. അപ്പോൾ തനിക്ക് സമ്പൂർണ്ണ അധികാരമാണ് ഇംഗ്ലണ്ടിൽ വേണ്ടത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയിംസ് ഒന്നാമൻ. അപ്പൊ ഈ പരമാധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഈ പാർലമെന്റും അതേപോലെ തന്നെ രാജാവും തമ്മിലുള്ള ഈ പരമാധികാരപരമായ തർക്കങ്ങളാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ജെയിംസ് ഒന്നാമൻ 1603 ഇംഗ്ലണ്ടിന്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുന്നു. ഇദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ പാർലമെന്റ് കൊണ്ടുവന്ന് ഇവിടെ ഭരണ സാന്നിധ്യം ഏൽപ്പിച്ചു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പാർലമെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തന്റെ അധികാരങ്ങൾ ദൈവം തനിക്ക് കനിഞ്ഞ് നൽകിയതാണ്, അല്ലെങ്കിൽ രാജാവിന്റെ അധികാരങ്ങൾ ദൈവദത്തമാണ്, ഒരാൾക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരങ്ങളില്ല എന്നൊക്കെയാണ് അദ്ദേഹം വാദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ജെയിംസ് ഒന്നാമനെ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി. ഇനി ഇദ്ദേഹം ഭരണ സാന്നിധ്യം ഏറ്റെടുത്ത അടുത്ത നാളുകളിൽ തന്നെ ഈ ഇംഗ്ലീഷ് പാർലമെന്റിലെ പ്യൂരിറ്റൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പ്യൂരിറ്റൻ ആ ഒരു സഭയിൽപ്പെടുന്ന മന്ത്രിമാരെല്ലാവരും കൂടെ ചേർന്ന് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ചില മതനവീകരണ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു മിലിനറി പെറ്റീഷൻ ഇദ്ദേഹത്തിന് സമർപ്പിച്ചു. അപ്പൊ അത് ഈ പറയുന്ന കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു സഭയുടെ അനാചാരങ്ങളെയൊക്കെ നീക്കം ചെയ്ത് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട സഭ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷനാണ്, മിലിനറി പെറ്റീഷൻ സമർപ്പിക്കുന്നു. പക്ഷേ ജെയിംസ് ഒന്നാമൻ ഇത് അംഗീകരിക്കും ഒരിക്കലുമില്ല. അദ്ദേഹം ഒരു തികഞ്ഞ റോമൻ കത്തോലിക്ക ആയിരുന്നു, അല്ലെങ്കിൽ ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിന് കൊടുത്ത മറുപടി ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്നാണ്. ഇഫ് നോ ബിഷപ്പ് നോ കിങ് എന്നാണ് അദ്ദേഹം ഇതിന് കൊടുത്ത മറുപടി. ഇതും ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന വിഖ്യാതമായ ഡയലോഗ് ആരുടെയാണ്? ജെയിംസ് ഒന്നാമന്റെയാണ്. ഇനി ഇദ്ദേഹം ഈ തന്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് വാദിച്ച് പാർലമെന്റിന് മേൽ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ നയപരമായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. സമ്പൂർണ്ണ അധികാരം രാജാവിനായിരിക്കണം എന്നാണ് അദ്ദേഹം വാദിച്ചത്. അപ്പൊ ഇതാണ് ഇംഗ്ലണ്ടിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉടലെടുക്കാനായിട്ട് കാരണം. അപ്പോൾ രാജാവും പാർലമെന്റും തമ്മിൽ ഭരണഘടനാപരമായ തർക്കങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. രാജാവ് പറയുന്നു താനാണ് പരമാധികാരി, ഒടേ തമ്പുരാൻ തനിക്ക് കനിഞ്ഞു നൽകിയ അധികാര സ്ഥാനമാണ്, അതിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ല. പാർലമെന്റ് പറയുന്നു ഒരിക്കലുമല്ല, ആ സ്കോട്ട്ലൻഡിൽ എങ്ങാണ്ട് കടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ രാജാവായിട്ട് വാഴിച്ചത് ഞങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിന്റെ ആ ഒരു രീതി കൂടെ പരിഗണിച്ചു വേണം രാജാവ് തീരുമാനം എടുക്കാൻ. അപ്പൊ അവിടെ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി ആരംഭിക്കുകയാണ്.
ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇംഗ്ലണ്ടിൽ രണ്ട് സഭക്കാരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ആംഗ്ലിക്കൻ സഭക്കാരും ഉണ്ടായിരുന്നു, പ്യൂരിറ്റൻ വിഭാഗം ഉണ്ടായിരുന്നു. ഇതിൽ പ്യൂരിറ്റൻ വിഭാഗം എപ്പോഴും പാർലമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അവരെപ്പോഴും പുരോഗതിയിലേക്ക് സമൂഹത്തെ നയിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിനെയാണ് പ്യൂരിറ്റൻ വിഭാഗം സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ആംഗ്ലിക്കൻ വിഭാഗം ഈ തവണ സപ്പോർട്ട് ചെയ്തത് ആരെയായിരുന്നു? രാജാവിനെയായിരുന്നു. അപ്പോൾ ഓർക്കുക, ആംഗ്ലിക്കൻ സഭയുണ്ട്, പ്യൂരിറ്റൻ സഭയുണ്ട്. ഇതിൽ ആംഗ്ലിക്കൻ സഭ രാജാവിനെയും പ്യൂരിറ്റൻ സഭ പാർലമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി നമുക്കറിയാം, ധനപരമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തിരുന്നത് പാർലമെന്റാണ്. പാർലമെന്റിന് വിരുദ്ധമായിട്ട് രാജാവിന് തോന്നിയ രീതിയിൽ നികുതിയൊന്നും ജനങ്ങളുടെ മേൽ ഏർപ്പാടാക്കാൻ കഴിയില്ലായിരുന്നു. അവരുടെ ഒരു അവസ്ഥ വെച്ച് നമുക്കറിയാം, മാഗ്ന കാർട്ടയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എന്നാൽ ഈ രാജാക്കന്മാര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ധൂർത്ത് അടിച്ച് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മേൽ അമിതമായിട്ട് നികുതികൾ ഏർപ്പെടുത്താൻ തുടങ്ങി. അവിടെ രണ്ട് പ്രധാനപ്പെട്ട ടാക്സുകളുണ്ട്: ടണ്ണേജ് ടാക്സ്, പൗണ്ടേജ് ടാക്സ്. ശ്രദ്ധിച്ചിരിക്കുക, ടണ്ണേജ് ആൻഡ് പൗണ്ടേജ്, ഇങ്ങനെ രണ്ട് പ്രശസ്തമായിട്ടുള്ള നികുതികൾ ഈ ജെയിംസ് ഒന്നാമൻ ജനങ്ങൾക്ക് മേൽ പാർലമെന്റിന്റെ ഒരു അനുകൂല നിലപാടൊന്നും ഇല്ലാതെ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ ഈ പാർലമെന്റിന് വിരുദ്ധമായിട്ട് നികുതികൾ പാസ്സാക്കിയതും ഇവർ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കാനായിട്ട് കാരണമായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജെയിംസ് ഒന്നാമന് ശേഷം അദ്ദേഹത്തിന്റെ പിൻ തലമുറക്കാരനായിട്ട് ചാൾസ് ഒന്നാമൻ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഈ ചാൾസ് ഒന്നാമൻ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിൽ ഒരു യുദ്ധം വരികയാണ്. അപ്പൊ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിന് ധാരാളം പൈസയുടെ ആവശ്യം വന്നു. അപ്പൊ പാർലമെന്റിന് അനുമതി ഇല്ലാതെ ഒരിക്കലും നികുതി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല, അത്രയും ധനം സ്വരൂപിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ചാൾസ് ഒന്നാമൻ താൽക്കാലികമായിട്ട് ഈ പറയുന്ന പാർലമെന്റുമായിട്ട് ഒരു സന്ധിയിലാവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പിടുകയാണ്. ശ്രദ്ധിക്കുക, പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പിട്ട രാജാവാരാണ്? ചാൾസ് ഒന്നാമനാണ്, സ്റ്റുവർട്ട് വംശത്തിൽപ്പെട്ട രാജാവാണ്. 1628 ഇദ്ദേഹം പെറ്റീഷൻ ഓഫ് റൈറ്റിൽ അല്ലെങ്കിൽ അവകാശ ഹർജിയിൽ ഒപ്പിടുന്നത്. അപ്പൊ ഈ ഒരു അവകാശ ഹർജിയിലൂടെ ഒരുപാട് അവകാശങ്ങൾ പാർലമെന്റ് വീണ്ടും നേടിയെടുക്കുകയാണ്. നോക്കിക്കേ, അവിടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ രാജാവിന് സ്വന്തമായിട്ട് നികുതികൾ ഏർപ്പെടുത്താൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ശ്രദ്ധിക്കുക, അതുവരെ നമ്മൾ ഈ ജെയിംസ് ഒന്നാമനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടാക്സുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതാണ്? ടണ്ണേജ്, പൗണ്ടേജ്. അത് രാജാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് ഏർപ്പാടാക്കിയിരുന്നത്. അപ്പോൾ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് പ്രകാരം സ്വന്തമായിട്ട് നികുതി ഏർപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ രാജാവിന് സ്വന്തമായിട്ട് ജനങ്ങളുടെ മേൽ നികുതി ഏർപ്പെടുത്തണമെങ്കിൽ പാർലമെന്റിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതി ഏർപ്പാടാക്കാൻ കഴിയില്ല എന്ന് പറയാണ്. പിന്നെ വിചാരണ കൂടാതെ രാജാവിന് ആരെയും തടങ്കലിൽ വെക്കാനുള്ള അധികാരമില്ല. അതും പെറ്റീഷൻ ഓഫ് റൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വസ്തുതയാണ്. ഇപ്പൊ രാജാവിന് ഇഷ്ടം തോന്നാത്തവരെയൊക്കെ പിടിച്ച് തുറുങ്കിലടയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരണ കൂടാതെ ഒരാളെ പോലും തടങ്കലിൽ വെക്കാൻ കഴിയില്ല എന്ന് ഒരു തീരുമാനമെടുത്തത് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റിലൂടെയാണ്. പിന്നെ ഈ സൈനികർക്ക് വീടുകളിൽ താമസ സൗകര്യം ഒരുക്കിയിരുന്നു. അപ്പൊ അവർ നിർബന്ധമായിട്ട് വീടുകളിൽ സൈനികരെ താമസിപ്പിക്കണം എന്നൊരു നിലപാടാണ് ഇംഗ്ലണ്ടിൽ അതുവരെ ഉണ്ടായിരുന്നത്. സാധാരണ ജനങ്ങളുടെ വീടുകളിലൊക്കെ കയറി സൈനികർ ഇടിച്ചു കയറി അവിടെ കയറി അങ്ങ് താമസിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം നിർബന്ധിത അധിനിവേശം വീടുകളിൽ പറ്റില്ല എന്നൊരു നിലപാട് കൂടി ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ സമാധാന കാലത്ത്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, സമാധാന കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന് സൈന്യത്തെ നിലനിർത്താൻ കഴിയില്ല. യുദ്ധത്തിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം സൈനികർ മതി, അല്ലാത്ത സമയത്ത് അവരെ പിരിച്ചുവിട്ടേക്കും. അപ്പൊ സമാധാന കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു സൈന്യത്തെ പുലർത്താൻ കഴിയില്ല എന്നൊരു തീരുമാനം കൂടി പെറ്റീഷൻ ഓഫ് റൈറ്റിൽ പാർലമെന്റ് ഉന്നയിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സംബന്ധിച്ചിട്ടാണ് ചാൾസ് ഒന്നാമൻ 1628 ഈ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പിട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റുമായിട്ട് രമ്യതയിലാവുകയും സ്പെയിനുമായിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് അവർക്ക് അനുകൂലമായിട്ട്, രാജാവിന് അനുകൂലമായിട്ട് ഒരുപാട് ധനം പാർലമെന്റ് സ്വരൂപിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ യുദ്ധം കഴിഞ്ഞ പാട് ചാൾസ് ഒന്നാമൻ തനി സ്വഭാവം കാണിച്ചു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? പിന്നീട് 11 വർഷത്തേക്ക് പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടുകയാണ്. അതായത് 1628 ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് 1629 മുതൽ 1640 വരെ ഇംഗ്ലണ്ടിൽ പാർലമെന്റേ ഇല്ലായിരുന്നു. ചാൾസ് ഒന്നാമൻ പറഞ്ഞു, ഇനി ഇതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടുകയാണ്. സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം ഇംഗ്ലണ്ടിൽ കാഴ്ചവെക്കുകയാണ്. അപ്പോ ഈ ചാൾസ് ഒന്നാമന്റെ ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ എന്നൊക്കെ വിളിക്കുന്ന ഒരാള് ആർച്ച് ബിഷപ്പ് വില്യം ലൗഡ് ആണ്. ആ പേര് മറന്നു പോകണ്ട. നമ്മളെ ചാൾസ് ഒന്നാമന്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു ആര്? ഈ പറയുന്ന ആർച്ച് ബിഷപ്പ് വില്യം ലൗഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യം ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇംഗ്ലണ്ടിൽ ചാൾസ് ഒന്നാമൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ ചേംബർ, കൗൺസിൽ ഓഫ് നോർത്ത്, ഹൈ കമ്മീഷൻ കോടതി. 3 ഓർത്ത് വെച്ചേക്ക്. ഏതൊക്കെയാണ്? സ്റ്റാർ ചേംബർ, കൗൺസിൽ ഓഫ് നോർത്ത്, അതേപോലെ തന്നെ ഹൈ കമ്മീഷൻ കോടതി. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അത് ആരാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ആവണം. ചാൾസ് ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്.
വീണ്ടും അടുത്ത യുദ്ധം വരുന്നു. സ്കോട്ട്ലാൻഡുമായിട്ടാണ് ഇത്തവണ ഇംഗ്ലണ്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പൊ വീണ്ടും പൈസയുടെ ആവശ്യം വന്നു. വീണ്ടും ചാൾസ് ഒന്നാമൻ ആരെ വിളിച്ചു ചേർത്തു? പാർലമെന്റിനെ വിളിച്ചു ചേർത്തു. കാരണം പാർലമെന്റിന്റെ കയ്യിലാണ് ധനകാര്യം അപ്പോഴും ഉള്ളത്. അപ്പോൾ പാർലമെന്റിനെ വിളിച്ചു ചേർക്കുന്നു 1640. അങ്ങനെ 1640 മുതൽ 60 വരെ നീണ്ട 20 വർഷക്കാലം പാർലമെന്റ് സജീവമായിട്ട് ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത് 1640 ചാൾസ് ഒന്നാമന്റെ ഭരണകാലത്ത് അദ്ദേഹം വിളിച്ചു ചേർത്ത പാർലമെന്റ് ആണ്. അത് പെട്ടെന്നൊന്നും പിരിഞ്ഞു പോയില്ല. നീണ്ട 20 വർഷക്കാലത്തോളം അത് സജീവമായി തന്നെ ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്നു. രാജാവിന്റെ അധികാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങളും ഈ ഒരു കാലയളവിൽ ഇംഗ്ലണ്ടിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, ലോങ് പാർലമെന്റ് 1640 മുതൽ 60 വരെ. ഓക്കെ ആണ്. ഇനി ഈ ഒരു സമയത്ത് പാസ്സാക്കപ്പെട്ട ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിയമമാണ് ട്രൈഇനിയൽ ആക്ട് എന്ന് പറയുന്നത്, 1641. അതിൽ പ്രകാരം ഇപ്രകാരമാണ് ആ ആക്ട് പറയുന്നത്. അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളിക്കണം. അതാണ് ട്രൈഇനിയൽ ആക്ട് എന്ന് പറയുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളിക്കണം എന്നാണ് ഈ ഒരു ആക്ടിലൂടെ വ്യവസ്ഥ ചെയ്തത്. ഇനി ശ്രദ്ധിക്കുക, ചാൾസ് ഒന്നാമൻ നമുക്കറിയാം ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് പ്രകാരം അല്ലെങ്കിൽ അവകാശ ഹർജി പ്രകാരം സമാധാന കാലത്ത് സൈന്യത്തെ നിലനിർത്താൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ 1642 ആയപ്പോഴത്തേക്കും ഈ പാർലമെന്റിന് വിരുദ്ധമായിട്ട് ചാൾസ് ഒന്നാമൻ സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ രൂപീകരിക്കുകയാണ്. തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല. ഇംഗ്ലണ്ടും വേറൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സമയത്ത് മാത്രമേ സൈന്യത്തെ ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് പാർലമെന്റിൽ ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റിലൂടെ ചാൾസ് ഒന്നാമൻ തന്നെ ഒപ്പിട്ട് കൊടുത്തത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ചാൾസ് ഒന്നാമൻ സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ സ്വരൂപിക്കുകയാണ്. അപ്പൊ ഇതാണ് പിന്നീട് ഇംഗ്ലണ്ടിന്റെ ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പൊ ഓർക്കുക, ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ആഭ്യന്തര കലാപം, രാജാവും പാർലമെന്റും തമ്മിലുള്ള ആദ്യത്തെ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് 1642 ചാൾസ് ഒന്നാമന്റെ ഭരണകാലത്തിലാണ്. എന്താണ് കാരണം? രാജാവ് സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ സമാധാന കാലത്ത് നിലനിർത്താൻ ശ്രമിച്ചതാണ് ആഭ്യന്തര കലാപത്തിലേക്ക് ഉണ്ടായ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്. ഇവിടെ 2 വിഭാഗക്കാരെ പഠിച്ചു വെച്ചേക്കുക, കവലിയേഴ്സും അതേപോലെ തന്നെ റൗണ്ട് ഹെഡ്സും. ഓക്കെ, കവലിയേഴ്സും റൗണ്ട് ഹെഡ്സും. ഇതിൽ ഈ റൗണ്ട് ഹെഡ്സ് പാർലമെന്റ് വിഭാഗത്തെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ റൗണ്ട് ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. കവലിയേഴ്സ് രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വിഭാഗമായിരുന്നു. നേരത്തെ നമ്മൾ കുറച്ചു മുമ്പ് ജെയിംസ് ഒന്നാമന്റെ കാലയളവിൽ നമ്മൾ പഠിച്ചിരുന്നു, ആംഗ്ലിക്കൻ സഭയുണ്ട്, പ്യൂരിറ്റൻ സഭയുണ്ട്. അതിൽ ആംഗ്ലിക്കൻ സഭ രാജാവിനെ സപ്പോർട്ട് ചെയ്തു, പ്യൂരിറ്റൻ സഭ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ ചാൾസ് ഒന്നാമന്റെ ഭരണകാലത്ത് പാർലമെന്റും സപ്പോർട്ടേഴ്സും അറിയപ്പെട്ടിരുന്നത് റൗണ്ട് ഹെഡ്സ് എന്നാണ്. എന്നാൽ രാജാവിന്റെ സപ്പോർട്ടേഴ്സ് അറിയപ്പെട്ടിരുന്നത് കവലിയേഴ്സ് എന്നാണ്. അതാണ് കവലിയേഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി രാജാവിന് സ്വന്തമായിട്ട് അവിടെ സൈന്യമുണ്ട്. പാർലമെന്റ് സ്വന്തമായിട്ട് ഒരു പുതിയ സൈന്യത്തെ രൂപീകരിക്കുന്നു. അതിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. ഇതിന്റെ തലവനായിരുന്നു ഒലിവർ ക്രോംവെൽ. കേട്ടോ, ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സുമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ, ഇത്തിരി ഗൗരവക്കാരനാണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഓർക്കുക, ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ന്യൂ മോഡൽ ആർമിയാണ് രാജാവിനെതിരായിട്ട് പട നയിച്ചത്. അപ്പോൾ രാജാവിന് നമുക്കറിയാം ആ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള അധികാരങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ന്യൂ മോഡൽ ആർമി രാജാവിന്റെ സൈന്യത്തിന് മേൽ വിജയം വരികയാണ്. അങ്ങനെ ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒലിവർ ക്രോംവെല്ലാണ് ന്യൂ മോഡൽ ആർമിയുടെ തലവൻ. രാജാവിന്റെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തിയിട്ട് അവർ ആദ്യമായിട്ട് അധികാരത്തിൽ വരികയാണ്. ഈ ഒലിവർ ക്രോംവെലിന്റെ 2 പേരുകൾ പഠിച്ചു വെച്ചോ. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത്, ശ്രദ്ധിക്കുക, സംരക്ഷകനായിട്ടുള്ള പ്രഭു എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഒലിവർ ക്രോംവെൽ തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വരുന്നു. അപ്പൊ പാർലമെന്റിന്റെ താല്പര്യപ്രകാരം പട നയിച്ച ഒരാളാണ് അധികാരത്തിൽ ഏൽക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടത്തുകയാണ്. അതായത് ഇദ്ദേഹത്തിന് ചാൾസ് ഒന്നാമനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നതായിരുന്നു ഒലിവർ ക്രോംവെലിന്റെ ലക്ഷ്യം. അപ്പോ ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ അംഗീകരിക്കാത്ത പാർലമെന്റിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, കവലിയേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഇദ്ദേഹം തോമസ് പ്രൈഡ് എന്നറിയപ്പെടുന്ന തന്റെ ആർമി ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ്. അപ്പോ തോമസ് പ്രൈഡിനെ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ രാജാവിന്റെ വധശിക്ഷ ശരിവെക്കാത്ത മെമ്പേഴ്സിനെ എല്ലാം ഒലിവർ ക്രോംവെൽ പുറത്താക്കുന്നു. അതിന് നേതൃത്വം നൽകിയതാരാണ്? ആ ആർമി ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് പ്രൈഡ് ആണ്. അത് അറിയപ്പെടുന്നത് തന്നെ തോമസ് പ്രൈഡിന്റെ ശുദ്ധീകരണം എന്നാണ്. അപ്പൊ അങ്ങനെ
പിന്നീട് ഈ പാർലമെന്റിൽ ഒലിവർ ക്രോംവെൽ അദ്ദേഹത്തിന് അനുയായികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ പാർലമെന്റിനെ പിന്നീട് റംപ് പാർലമെന്റ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്ന് വിളിച്ചത്. അവിടെ എല്ലാവരും ഇല്ല അല്ലെ, എല്ലാ വിഭാഗക്കാരും ഇല്ല. ഒരു പാർലമെന്റ് ആകുമ്പോൾ അവിടെ സപ്പോർട്ടേഴ്സും വേണം, ഓപ്പോസിഷൻ പാർട്ടീസും വേണം. പക്ഷെ ഇവിടെ രാജാവിന്റെ സപ്പോർട്ടേഴ്സിനെ എല്ലാവരും നീക്കം ചെയ്തു, തോമസ് പ്രൈഡ് നീക്കം ചെയ്തു. അപ്പൊ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, ഒലിവർ ക്രോംവെലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോ അതിനെ നമ്മൾ വിളിച്ചത് റംപ് പാർലമെന്റ് എന്നാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവശിഷ്ട പാർലമെന്റ് എന്നാണ്. അപ്പോൾ അവശിഷ്ട പാർലമെന്റിൽ ഒലിവർ ക്രോംവെലിന്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അവർ ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ ശരിവെക്കുന്നു. അങ്ങനെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് ശിരച്ഛേദം ചെയ്യുകയാണ് ഉണ്ടായത് ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ. അതെന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1649 ജനുവരി 30 ശ്രദ്ധിക്കുക, ഒലിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടപ്പിലാക്കിയത് 1649 ജനുവരി 30 നമ്മുടെ ജനുവരി 30 തന്നെയാണ് നമ്മുടെ മഹാത്മജിക്ക് വെടിയേറ്റത് അല്ലെ. രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ജനുവരി 30 ആചരിക്കുന്നത്. അപ്പൊ അവിടെ ചാൾസ് ഒന്നാമനും മഹാത്മജിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ലെങ്കിലും അങ്ങനെ റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. ശരി, ഇനി ഒലിവർ ക്രോംവെലിന്റെ ഭരണകാലഘട്ടം, അതായത് 1649 മുതൽ 1658 വരെയുള്ള ആ ഒരു ഭരണകാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഒലിവർ ക്രോംവെലിന്റെ 1649 മുതൽ 58 വരെയുള്ള ഭരണകാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്ര നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഇംഗ്ലണ്ടിൽ ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാലയളവായിരുന്നു. അപ്പോൾ ഓർക്കുക, ശാസ്ത്ര നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു കോമൺവെൽത്ത് കാലഘട്ടം. എന്നാലും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ ആ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പോൾ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമാണ് ആര് കാഴ്ചവെച്ചത്? ഒലിവർ ക്രോംവെൽ കാഴ്ചവെച്ചത്. കാര്യമൊക്കെ ശരിയാണ്, പാർലമെന്റിന്റെ സപ്പോർട്ടോട് കൂടി ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ ആ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വിഭാഗത്തിന്റെയും ഒരു വോയിസ് ഉൾക്കൊള്ളുന്ന പാർലമെന്റ് അല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പറയേണ്ടി വരും, ഒലിവർ ക്രോംവെലിന്റെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് ഈ കോമൺവെൽത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയത്. ഇവിടെ നിങ്ങൾക്ക് തിരിഞ്ഞു വന്ന ഒരു വസ്തുതയുണ്ട്. ഇപ്പൊ നമ്മൾ കോമൺവെൽത്ത് എന്ന് വിളിക്കുന്നത് ഈ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ശ്രദ്ധിക്കുക, ബ്രിട്ടന്റെയും ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ആധുനിക കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത്. അതിന്റെ ആസ്ഥാനം ലണ്ടനാണ്. അപ്പൊ ഈ ആധുനിക കോമൺവെൽത്തും പ്രാചീന കോമൺവെൽത്തും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകണ്ട. ഒലിവർ ക്രോംവെലിന്റെ ഭരണകാലത്തെ നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെയും ബ്രിട്ടന്റെയൊക്കെ ഒരു സംഘടനയാണ് ആധുനിക കോമൺവെൽത്ത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനാണ്. ശരി, അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒലിവർ ക്രോംവെലിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ ജനങ്ങൾ ഒട്ടും തൃപ്തരായിരുന്നില്ല. അവര് തലയിൽ കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഒലിവർ ക്രോംവെലിനോട് ഞങ്ങൾക്ക് രാജഭരണം തന്നെ മതി, രാജാവിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ അങ്ങ് ആരംഭിക്കുകയാണ്. അപ്പൊ അങ്ങനെ 1658 ഒലിവർ ക്രോംവെൽ മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ശേഷം ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമൊക്കെ തകർന്നടിയുന്നു. അതിനുശേഷം ഈ പറയുന്ന രാജഭരണം വീണ്ടും തിരിച്ചു വരികയാണ് ഇംഗ്ലണ്ടിൽ. അപ്പൊ അവിടെ രാജാവായിട്ട് ചുമതലയേൽക്കുന്നത് ചാൾസ് രണ്ടാമനാണ്. ശ്രദ്ധിച്ചേക്കുക, ചാൾസ് രണ്ടാമനാണ് പിന്നീട് ചുമതലയേൽക്കുന്നത്. ഈ സ്റ്റുവർട്ട് രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് 4 രാജാക്കന്മാരെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതിൽ ഏറ്റവും ആദ്യം വന്നത് അല്ലെ, ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ അറിയപ്പെടുന്ന ആള് ആരാടെ? ജെയിംസ് ഒന്നാമനാണ്. അതിനുശേഷം ചാൾസ് ഒന്നാമനാണ്. അദ്ദേഹമാണ് പാർലമെന്റിനെയൊക്കെ പിരിച്ചുവിട്ട് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണം 11 വർഷം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ലോങ് പാർലമെന്റ് ഒക്കെ നടക്കുന്നത്. പിന്നീട് ന്യൂ മോഡൽ ആർമിയൊക്കെ വരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ. ഇനി ശ്രദ്ധിക്കുക, ഒലിവർ ക്രോംവെലിന്റെ മരണത്തിന് ശേഷം വന്നയാളാണ് ചാൾസ് രണ്ടാമൻ. നമ്മുടെ മഹത്തായ വിപ്ലവം നടക്കുന്ന സമയത്ത് ജെയിംസ് രണ്ടാമനായിരുന്നു. അപ്പോൾ രണ്ടുപേരെ ഓർത്തു വെക്കുക, ചാൾസ് ജെയിംസ്. അത് ഒന്നാമനും ഉണ്ട് രണ്ടാമനും ഉണ്ട്. ആദ്യം ജെയിംസ് ഒന്നാമൻ വരുന്നു, പിന്നീട് ചാൾസ് ഒന്നാമൻ വരുന്നു. അതിനുശേഷം ചാൾസ് രണ്ടാമൻ വരുന്നു, പിന്നീടാണ് ആര് വരുന്നത്? ജെയിംസ് രണ്ടാമൻ വരുന്നത്. അപ്പൊ ഈ ചാൾസ് രണ്ടാമനെയാണ് പിന്നീട് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഭരണ സാന്നിധ്യം ഏൽപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുന്നുണ്ട്, വിഗുകളും ടോറികളും. ഇതിൽ ടോറി രാജാവിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു, വിഗുകൾ പാർലമെന്റിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓർക്കുക, വിഗുകളും ടോറികളും രൂപീകരിക്കപ്പെട്ടത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ? ചാൾസ് രണ്ടാമന്റെ ഭരണകാലത്തിലാണ്. അതിൽ വിഗുകൾ പാർലമെന്റ് സപ്പോർട്ടേഴ്സ് ആണ്, ടോറികൾ രാജാവിന്റെ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ ഈ വിഗുകൾ അത് ഈസി ആയിട്ട് ഓർത്തു വെക്കാം. നമ്മൾ പാർലമെന്റിൽ ചർച്ചകളാണ് നടക്കുന്നത് അല്ലെ, സംസാരമാണ് നടക്കുന്നത്. അപ്പൊ സംസാരിക്കുമ്പോഴാണ് നമുക്ക് വിഗ് ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും വിഗുകൾ പാർലമെന്റിന്റെ സപ്പോർട്ടേഴ്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ചാൾസ് രണ്ടാമന്റെ ഭരണ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ ഹേബിയസ് കോർപ്പസ് നിയമം നിലവിൽ വരുന്നത് 1679. നമുക്കറിയാം, ഹേബിയസ് കോർപ്പസ് എന്ന പദം ആദ്യമായിട്ട് വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഗ്ന കാർട്ടയിലാണ്.
എന്നാൽ ഹേബിയസ് കോർപ്പസ് നിയമം വരുന്നത് 1679 ഇനി ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത്, അതായത് 1674 മുതൽ 1683 വരെയുള്ള ഒരു കാലത്ത് ഇംഗ്ലണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. അപ്പോൾ ഓർക്കുക, ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരു പരിസ്ഥിതി സംഘടനയാണെന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. അത് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. ചാൾസ് രണ്ടാമന്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. അത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ചാൾസ് രണ്ടാമന് ശേഷം ജെയിംസ് രണ്ടാമനാണ് വീണ്ടും ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായി വന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു. രാജാവിനാണ് പരിപൂർണ അധികാരം, അല്ലെങ്കിൽ രാജാവിനാണ് പരമാധികാരം. അപ്പൊ അവിടെ വീണ്ടും പാർലമെന്റും രാജാവും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ജെയിംസ് രണ്ടാമന്റെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണത്തിൽ മനംനൊന്ത് പാർലമെന്റുമായിട്ട് ഒരു തർക്കത്തിൽ അദ്ദേഹം പോവുകയാണ്. പക്ഷെ ഇവിടെ ജെയിംസ് രണ്ടാമനെ എതിർത്ത് നിൽക്കാനുള്ള ശേഷിയൊന്നും തീരെയില്ലായിരുന്നു. ഇവിടെ പാർലമെന്റ് ഒരുപാട് അധികാരങ്ങൾ ആ സമയം കൊണ്ട് രാജാക്കന്മാരിൽ നിന്ന് നേടിയെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ആക്രമിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം 1688 ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്ത് ഫ്രാൻസിൽ അഭയം നേടുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെ ഈ ജെയിംസ് രണ്ടാമന്റെ ആ ഒരു സമയത്ത് ആഭ്യന്തര കലാപം നടന്നപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നില്ല. അതായത് വിപ്ലവപരമായിട്ട് ഒരു മാറ്റം അവിടെ നടക്കുന്നില്ല. അദ്ദേഹം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത് ഫ്രാൻസിൽ അഭയം നേടുകയാണ് ഉണ്ടായത്. അപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അധികാര കൈമാറ്റമാണ് ആരുടെ സമയത്ത് നടന്നത്? ഈ ജെയിംസ് രണ്ടാമന്റെ സമയത്ത് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നടന്ന വിപ്ലവത്തെ, അതായത് 1688 നടന്ന വിപ്ലവത്തെ മഹത്തായ വിപ്ലവം എന്നും, അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും, ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നും, അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് കൂടി ഓർക്കുക. ജെയിംസ് രണ്ടാമന്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അധികാര കൈമാറ്റമായിരുന്നു ആ ഒരു സമയത്ത് നടന്നത്. കാരണം പാർലമെന്റ് ആ സമയത്തേക്ക് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ജെയിംസ് രണ്ടാമൻ അവിടെ ഇല്ല, വീണ്ടും ഭരണാധികാരി ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നു. അപ്പൊ പാർലമെന്റ് ചെയ്തത് ജെയിംസ് രണ്ടാമന്റെ മകളായിരുന്ന മേരി സെക്കൻഡിനെയും അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്ന ഓറഞ്ചിലെ വില്യം മൂന്നിനെയും ഭരണാധികാരികളായിട്ട് ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, പാർലമെന്റിന്റെ ഇഷ്ടപ്രകാരം ജെയിംസ് രണ്ടാമന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡിനെയും അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള വില്യം തേർഡിനെയും ഭരണ സാന്നിധ്യം ഏൽപ്പിക്കുകയാണ്. ഇവർ പാർലമെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഒരിക്കലും പാർലമെന്റിനെ എതിർത്ത് നിൽക്കാനായിട്ട് മേരി സെക്കൻഡും വില്യം ത്രീയും ശ്രമിച്ചില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അത് നടന്നത് 1688 അതിന്റെ പേരുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം, കൊട്ടാര വിപ്ലവം. ശ്രദ്ധിക്കുക, പാലസ് റെവല്യൂഷൻ ആണ്. ജെയിംസ് രണ്ടാമൻ ആ പാലസിൽ നിന്ന് ഒളിച്ചോടി ഫ്രാൻസിലേക്ക് പോയി. അപ്പൊ ആ പാലസിൽ തന്നെയുള്ള മറ്റു രണ്ടാൾക്കാരെ ഭരണ സാന്നിധ്യം ഏറ്റെടുപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊട്ടാര വിപ്ലവം, പിന്നെ പ്യൂരിറ്റൻ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മഹത്തായ വിപ്ലവമാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷനെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് ജോൺ ഹാംപ്ടൺ. അതിന്റെ പേര് ഞാനിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആരാടെ? ജോൺ ഹാംപ്ടൺ ആണ് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. മറന്നു പോകണ്ട, ജോൺ ഹാംപ്ടന്റെ പേര് മറന്നു പോകണ്ട. ശരി, ഇനി ഈ പറയുന്ന പാർലമെന്റ് കുറച്ചുകൂടെ ജാഗരൂകരാകുകയാണ്. കാര്യം ഇനിയും ഏതെങ്കിലും ഒരു രാജാവ് വന്ന്, സ്വേച്ഛാധിപത്യ ഭരണം ഇഷ്ടപ്പെടുന്ന ഒരു രാജാവ് വന്ന് തങ്ങളുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചേക്കാമെന്ന് ഭയന്ന് രാജാധികാരം പരിമിതപ്പെടുത്തുന്ന എ സീരീസ് ഓഫ് ലോസ് അവർ പാസ്സാക്കി. അതിൽ ആദ്യത്തേതാണ് അവകാശ നിയമം, ബിൽ ഓഫ് റൈറ്റ്സ്. അത് 1689 പാസ്സാക്കപ്പെട്ടത്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ടത് വില്യം മൂന്നാമനും മേരി സെക്കൻഡും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ് ഉണ്ട് കേട്ടോ, അത് അവകാശ ഹർജിയാണ്. അത് 1628 അതിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. എന്നാൽ അവകാശ നിയമത്തിൽ, ബിൽ ഓഫ് റൈറ്റ്സിൽ 1689 ഒപ്പിട്ടത് വില്യം മൂന്നാമനും അതേപോലെ തന്നെ മേരി സെക്കൻഡും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇവിടെ പാർലമെന്റിന് പരമാധികാരം നൽകുകയാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലണ്ടിൽ അതുവരെ രാജാവ് ഉണ്ടായിരുന്നു, പാർലമെന്റ് ആയിരുന്നു. പാർലമെന്റിന് കുറേയേറെ അധികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർലമെന്റിന് ഒരു പരമാധികാരം നൽകപ്പെട്ടത് ഈ പറയുന്ന അവകാശ നിയമത്തിലൂടെയാണ്. പിന്നെ ശ്രദ്ധിക്കുക, രാജാവിന് ചില നിയമങ്ങൾ തടഞ്ഞു വെക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. ഈ ജെയിംസ് സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത നിയമങ്ങളൊക്കെ അദ്ദേഹം തടഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ആ ഒരു കാര്യം റദ്ദാക്കിയതും അവകാശ നിയമത്തിലൂടെയാണ്. നിയമങ്ങൾ തടഞ്ഞു വെക്കാനുള്ള രാജാവിന്റെ അധികാരം റദ്ദാക്കി. പിന്നെ നേരത്തെ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ പറഞ്ഞിരിക്കുന്ന രാജാവിന് സ്വന്തം ഇഷ്ടപ്രകാരം നികുതി ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നാമത്തെ കാര്യം. സമാധാന കാലത്ത് സൈന്യത്തെ നിലനിർത്താൻ കഴിയില്ല, രണ്ടാമത്തെ കാര്യം. അതൊന്നോടെ അവകാശ നിയമത്തിൽ ഉറപ്പിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടു. അതുവരെ ഈ പറയുന്ന കത്തോലിക്ക വിഭാഗങ്ങൾക്ക് ഒരു മുൻതൂക്കം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി പ്യൂരിറ്റൻ വിശ്വാസത്തിലുള്ളവർക്കും ഇംഗ്ലണ്ടിൽ തുടരാം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നത് അവകാശ നിയമത്തിലൂടെയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ മതമാണ്. അപ്പോൾ ഈ ആംഗ്ലിക്കൻ വിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക വിഭാഗക്കാർക്ക് ഇംഗ്ലണ്ടിൽ ഭരണാധികാരിയായിട്ട് ചുമതല ഏൽക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി ഈ അവകാശ നിയമത്തിലുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, ആംഗ്ലിക്കൻ വിശ്വാസികൾക്ക് മാത്രമാണ് ഇംഗ്ലണ്ടിൽ കിരീടാധികാരമുള്ളത്.
അല്ലെങ്കിൽ ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയെ വിവാഹം ചെയ്തിട്ടുള്ള ആർക്കും ഇംഗ്ലണ്ടിൽ കിരീട അവകാശമില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ പാർലമെന്റിന് പരമാധികാരം ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ രാജാവ് വെറും ഒരു നോക്കുകുത്തി പോലെ അവിടെ ഭരിക്കണം. അപ്പൊ അതാണ് പറയുന്നത്, ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല. നയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് തന്നെയാണ്. രാജാവ് എന്ന് പറഞ്ഞ ഒരു നോമിനൽ ഭരണാധികാരിയാണ് എന്നുള്ള കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ഈ അവകാശ നിയമത്തെ കുറിച്ചാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടത്. 1689 അതിൽ ഒപ്പുവെച്ചത് വില്യം മൂന്നാമനും മേരി രണ്ടാമനുമാണ്. പാർലമെന്റിന് പരമാധികാരം നൽകപ്പെട്ടു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടു. ഇനി അതിനുശേഷം ഒരു കലാപ നിയമം 1689 തന്നെ പാർലമെന്റ് പാസ്സാക്കുകയുണ്ടായി. ഇതിൽ വ്യവസ്ഥകൾ ശ്രദ്ധിച്ചു കേൾക്കുക. കലാപ നിയമം 1689 ഇതിൽ പറയുന്നത്, പാർലമെന്റ് ഓരോ വർഷവും പട്ടാള നിയമം ഭേദഗതി ചെയ്യണം. ഓരോ വർഷവും പട്ടാള നിയമം പാർലമെന്റ് ഭേദഗതി ചെയ്യണമെന്ന് ആ ഒരു വ്യവസ്ഥ വന്നത് കലാപ നിയമത്തിലൂടെയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, എല്ലാ വർഷവും പാർലമെന്റ് സമ്മേളിക്കണം. മിനിമം ഒരു തവണയെങ്കിലും എല്ലാ വർഷവും പാർലമെന്റ് സമ്മേളിക്കേണ്ടതായിട്ട് വരും. കാര്യം നിയമം ഭേദഗതി ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഈ പറയുന്ന കലാപ നിയമത്തിൽ ഉറപ്പ് നൽകുകയാണ്. അപ്പൊ നമുക്ക് നേരത്തെ ട്രൈനിയൽ ആക്ട് ഉണ്ട് ലോങ് പാർലമെന്റിന്റെ സമയത്ത് 1641. അത് ഓരോ 3 വർഷം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളിക്കണമെന്നായിരുന്നു. എന്നാൽ ഈ പറയുന്ന കലാപ നിയമത്തിലൂടെ 1689 എല്ലാ വർഷവും പാർലമെന്റ് സമ്മേളിക്കണം എന്നൊരു വ്യവസ്ഥ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈന്യത്തെ രാജാവിന്റെ താല്പര്യപ്രകാരം ഉപയോഗിക്കാം എന്നൊരു വ്യവസ്ഥയ്ക്ക് അവിടെ ഒരു തടസ്സം നേരിടുകയാണ്. കാര്യം എല്ലാ വർഷവും പാർലമെന്റ് പട്ടാള നിയമം ഭേദഗതി ചെയ്യാണ്. അപ്പൊ ഒരിക്കലും രാജാവിന് സ്വന്തം ഇഷ്ടപ്രകാരം സൈന്യത്തെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറ്റിൽമെന്റ് നിയമത്തെ കുറിച്ചാണ് 1701. അപ്പോൾ അത് സെറ്റിൽമെന്റ് ചെയ്ത ഒരു നിയമമാണ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഈ പറയുന്ന 1688 മഹത്തായ വിപ്ലവത്തിന് ശേഷം ഓറഞ്ചിലെ രാജാവായിരുന്ന, നെതർലൻഡ്സിന്റെ രാജാവായിരുന്ന വില്യം മൂന്നാമനെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന മേരി സെക്കൻഡിനെയാണ് ഭരണ സാന്നിധ്യം ഏൽപ്പിച്ചത്. ഇനി ഇവരുടെ മരണത്തിന് ശേഷം ഹാനോവേറിലെ, ശ്രദ്ധിക്കുക, ഹാനോവേറിലെ രാജ്ഞിയായിരുന്ന ആനി രാജ്ഞിയും ഇനി അവരുടെ ഇലക്ട്രസ് സോഫിയയും, അവർക്ക് കുട്ടികളില്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരുമാണ് ഇംഗ്ലണ്ട് ഭരിക്കേണ്ടത് എന്നൊരു തീരുമാനമെടുത്തത് ഈ പറയുന്ന സെറ്റിൽമെന്റ് നിയമത്തിലൂടെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, 1701 സെറ്റിൽമെന്റ് നിയമം. ഇതിൽ എന്താ പറഞ്ഞത്? ഈ പറയുന്ന മേരി സെക്കൻഡും വില്യം തേർഡും അവരുടെ കാലാവധിക്ക് ശേഷം ഹാനോവറിലെ ആനി രാജ്ഞിയും അവരുടെ ഇലക്ട്രസ് സോഫിയയും പിന്നെ അവര് കുട്ടികളില്ലാതെ മരിക്കുകയാണെങ്കിൽ അവരുടെ പിൻതലമുറക്കാരുമാണ് ഇംഗ്ലണ്ട് ഭരിക്കേണ്ടത് എന്നൊരു തീരുമാനം വന്നത് ഈ പറയുന്ന സെറ്റിൽമെന്റ് നിയമത്തിലൂടെയാണ്. 1701 ഇതിലൊക്കെ ഒപ്പുവെക്കുന്നത് വില്യം മൂന്നാമനും മേരി സെക്കൻഡുമാണ്. അത് വേറെ കാര്യം. അപ്പൊ അവകാശ നിയമമാണെങ്കിലും കലാപ നിയമമാണെങ്കിലും ഈ പറയുന്ന സെറ്റിൽമെന്റ് നിയമമാണ്, ഇതിലൊക്കെ ഒപ്പുവെക്കുന്നത് വില്യം മൂന്നാമനും മേരി സെക്കൻഡുമാണ്. എന്നാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന പോലെ ഒന്നാണ്, ഓർക്കുന്നുണ്ടോ? 1688. ഇനി ഈ പറയുന്ന സെറ്റിൽമെന്റ് നിയമത്തിൽ പറയുന്നു, ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ രാജാവ് ഇംഗ്ലണ്ടിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരിക്കണം എന്നൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാജാവ് രാജ്യ അതിർത്തിക്കുള്ളിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യാതിർത്തി വിട്ട് പുറത്തു പോകാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി സെറ്റിൽമെന്റ് നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഓർക്കുക, സ്റ്റുവർട്ട് രാജവംശം, അതിൽ ജെയിംസ് ഒന്നാമനാണ് വരുന്നത് 1603. അവിടുന്ന് തന്നെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ആർക്കാണ് പരമാധികാരം എന്നതിന്റെ പേരിൽ അവിടെ 2 സഭകൾ 2 പക്ഷത്തായിട്ട് നിലയുറപ്പിക്കുന്നു. അതിനുശേഷം ചാൾസ് ഒന്നാമൻ വരുന്നു. അദ്ദേഹം ആദ്യം ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒക്കെ 1628 ഒപ്പിട്ടെങ്കിലും പിന്നീട് സ്വേച്ഛാധിപത്യപരമായിട്ട് പാർലമെന്റിനെയൊക്കെ പിരിച്ചുവിടുന്നു. അതിനുശേഷം ലോങ് പാർലമെന്റ് വരുന്നു, ട്രൈനിയൽ ആക്ട് പാസ്സാക്കുന്നു. ആ ഒരു സമയത്താണ് രാജാവ് സ്വന്തമായിട്ട് സൈന്യത്തെ ഏർപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ 1642 ആദ്യമായിട്ട് ആഭ്യന്തര കലാപം നടക്കുന്നു. അവിടെ ഒലിവർ ക്രോംവെല്ലിനെ മറന്നു പോകരുത്, ന്യൂ മോഡൽ ആർമിയെ മറന്നു പോകരുത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അവിടെ വരുന്നു. അങ്ങനെ 1649 മുതൽ 58 വരെ കോമൺവെൽത്ത് ഭരണകാലഘട്ടമാണ് ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ളത്. 58 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ജനങ്ങൾ വീണ്ടും രാജഭരണം തിരിച്ചു കൊണ്ടുവരുന്നു. ആ സമയത്ത് ചാൾസ് സെക്കൻഡ് ആണ്. അവിടെ വിഗ് ടോറി 2 രാഷ്ട്രീയ കക്ഷികളെ ഓർത്തിരിക്കുക. പിന്നെ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ക്ലബിനെ ഓർത്തിരിക്കുക. അതിനുശേഷം വന്നയാളാണ് ജെയിംസ് സെക്കൻഡ്. അദ്ദേഹം വീണ്ടും തനി സ്വഭാവം പുറത്തു കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണ സംവിധാനം കാഴ്ചവെക്കുന്ന ഉറപ്പായപ്പോൾ പാർലമെന്റ് ഇടയുന്നു. അപ്പൊ പാർലമെന്റ് ആ സമയത്ത് ഒരുപാട് അധികാരങ്ങളുണ്ട്, രാജാവിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം 1688 നൈസായിട്ട് ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന ജെയിംസ് രണ്ടാമന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡിനെയും അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള വില്യം മൂന്നാമനെയും ഭരണ സാന്നിധ്യം ഏൽപ്പിക്കുന്നു. അവരങ്ങനെ പാർലമെന്റ് രാജാവിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങൾ പാസ്സാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവകാശ നിയമമാണ്. 1689 പാർലമെന്റിന് പരമാധികാരം നൽകിയ നിയമമാണ് അവകാശ നിയമം 1689. അതിനുശേഷം കലാപ നിയമം വരുന്നു, പിന്നീട് സെറ്റിൽമെന്റ് നിയമം വരുന്നു. ഇതോടുകൂടി എല്ലാ സെറ്റിൽമെന്റുമായി ഇംഗ്ലണ്ടിൽ രാജാവ് ഭരിക്കുന്നുണ്ടെങ്കിലും രാജാവ് വെറും നോക്കൂതിയാണ്. യഥാർത്ഥ അധികാരി ആരാണ്? പാർലമെന്റ് ആണ്. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇംഗ്ലണ്ടിലെ ഒരു രാഷ്ട്രീയ ചരിത്രവും
അല്ലെങ്കിൽ അവരുടെ ഒരു മഹത്തായ വിപ്ലവത്തിലേക്ക് നടന്ന കാലഘട്ടവും അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രധാനപ്പെട്ട സംഭവങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി പോയിന്റുകൾ ഇതിൻ്റെ അത് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് പഠിപ്പിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ചാനലിനൊക്കെ വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമല്ലോ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.